കൊല്ലം കടയ്ക്കലിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ച് സർവീസ് നടത്തിയ 14 ടിപ്പർ ലോറികൾ പിടിച്ചെടുത്തു. അമിത ഭാരം കയറ്റൽ, അമിത വേഗത, മുകൾ ഭാഗം മൂടാതെയുള്ള യാത്ര എന്നീ കുറ്റങ്ങൾക്കാണ് ലോറി പിടിച്ചെടുത്തത്. 2 ദിവസം മുൻപ് കടയ്ക്കൽ ചിങ്ങേലി ജംഗ്ഷനിൽ ടിപ്പറിൽ നിന്ന് കല്ല് തെറിച്ചു വീണിരുന്നു. രാഷ്ട്രീയ നേതാക്കളുടെ ബിനാമി പേരിലുള്ള മിക്ക ലോറികളും ഓടുന്നത് പാസ് ഇല്ലാതെയാണെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. മനോജ് ഒപ്പം ചേരുന്നു. മനോജ്, ഈ സ്കൂൾ സമയത്തൊന്നും, സ്കൂൾ വാഹനങ്ങൾ പോകുന്ന സമയത്തൊന്നും ഈ ടിപ്പർ ലോറി ഇറക്കാൻ പാടില്ല. മാത്രമല്ല, നേരത്തെ ഈ സൂചിപ്പിച്ചതുപോലെ മുകൾ ഭാഗം മൂടിക്കൊണ്ടേ പോകാവൂ, അമിത വേഗത പാടില്ല, അങ്ങനെ പല നിർദ്ദേശങ്ങൾ നൽകിയാലും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച്, അതായത് അവിടുത്തെ പ്രധാന ആൾക്കാർക്കൊക്കെ ഈ ടിപ്പർ ലോറിയിൽ എന്തെങ്കിലുമൊക്കെ അവകാശങ്ങൾ ഉണ്ടാകും. ആ തരത്തിലാണ്, അല്ലെങ്കിൽ കിട്ടേണ്ടത് കൃത്യമായി കിട്ടുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ നിർബാധം പോലീസിനെ വെട്ടിച്ചോ അല്ലെങ്കിൽ പോലീസിൻ്റെ ഒത്താശയോടെയോ ഒക്കെ സഞ്ചരിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തൊക്കെ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് ഈ ലോറികളുടെ യാത്ര? കൃഷ്ണാജി, അമിത ഭാരം കയറ്റിലും അതോടൊപ്പം തന്നെ അമിത വേഗതയിലും ഈ മുകൾ ഭാഗമൊന്നും മൂടാതെയൊക്കെയുള്ള യാത്രയിലാണ് ഈ ലോറികൾ പിടിച്ചെടുത്തത്. ഈ 2 ദിവസം മുമ്പ് കടയ്ക്കൽ ചിങ്ങേലി ജംഗ്ഷനിൽ വെച്ചാണ് ഈ ടിപ്പർ ലോറിയിൽ നിന്ന് കല്ല് തെറിച്ച് വീണിരുന്നത്. അതായത് ലോഡ് നിറയെ കയറ്റിക്കൊണ്ടു പോകുമ്പോൾ ഈ കയറ്റിയിരിക്കുന്ന ലോഡിന് മുകളിൽ നിന്നും കല്ലുകൾ റോഡിലേക്ക് തെറിച്ചു വീഴുന്നു. ഇത് പുറകെ വരുന്ന മറ്റ് ബൈക്ക് യാത്രികർക്കും അതോടൊപ്പം തന്നെ ജനങ്ങൾക്കുമൊക്കെ വലിയ അപകട ഭീഷണി ഉണ്ടാക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ മിക്ക ലോറികളും ഓടുന്നത് പാസ് ഇല്ലാതെയാണ് എന്നുള്ള ആക്ഷേപം നിരന്തരമായി ഉയർന്നിരുന്നു. ഇത് ചില രാഷ്ട്രീയ നേതാക്കളുടെ തന്നെ ബിനാമി പേരുകളിലാണ് ഈ സർവീസ് നടത്തുന്നത്. എന്തായാലും ഈ വാഹനങ്ങളെയൊക്കെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിനെ ഇറക്കുവാനും അതോടൊപ്പം തന്നെ ആ വാഹനം വീണ്ടും നിയമം ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും ഒക്കെ പലതരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിക്കുന്നുണ്ട്. ഒടുവിൽ ഇപ്പോൾ ഈ 14 ടിപ്പർ ലോറികൾ പിടിച്ചെടുക്കുമ്പോൾ ഇത് ഫൈൻ ഈടാക്കിയാണ് വിട്ടയച്ചിരിക്കുന്നത്. അതായത് എന്തൊക്കെ തന്നെ മാനദണ്ഡങ്ങൾ ലംഘിച്ച് വാഹനം പിടിച്ചെടുത്താലും പിന്നീട് അത് ഒരു രക്ഷയുമില്ല എന്ന് കാണുമ്പോൾ ഫൈൻ അടച്ചുകൊണ്ട് അത് വീണ്ടും പുറത്തേക്ക് ഇറക്കുക എന്നുള്ളതാണ്. അതിനുശേഷം വീണ്ടും ഇത് തന്നെ തുടരുക എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്നത്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ടിപ്പർ ലോറികൾക്ക് നിരത്തിലിറങ്ങാൻ കൃത്യമായിട്ടുള്ള സമയമുണ്ട്. ഈ സ്കൂൾ ടൈമിലൊന്നും തന്നെ ലോറികൾ സഞ്ചരിക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങളുണ്ട്. ഈ നിയമലംഘനം നടത്തരുത് എന്നുള്ള നിർദ്ദേശം MVD അടക്കം നൽകിയിട്ടുള്ളതാണ്. പക്ഷേ ഇത് തുടർന്ന് വരുന്നു എന്നുള്ളതാണ്. അതായത് ഈ പാർക്കോറുകളിൽ നിന്നും അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലായി കയറ്റിക്കൊണ്ടുവരുന്ന ലോഡുകളൊക്കെ ഈ പലയിടത്തും റോഡുകളിൽ വീഴുന്നത് നമ്മൾ കാണാറുണ്ട്. അതായത് ഈ ലോഡ് കയറ്റി കഴിഞ്ഞാൽ അതിനൊരു നിശ്ചിത അളവുണ്ട്, അതിന് മുകളിൽ കൃത്യമായും അത് മൂടിക്കൊണ്ട് വേണം പോകാൻ എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇതിപ്പോൾ കടയ്ക്കലിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. പലയിടങ്ങളിലായി ഇത് ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും പോലീസ് ഈ 14 ടിപ്പർ ലോറികൾ പിടിച്ചെടുത്തു എന്നും തുടർന്നാണ് ഇപ്പോൾ ഈ ഫൈൻ ഈടാക്കി വിട്ടയച്ചു എന്നുള്ള വിവരം കൂടെ ലഭിക്കുന്നത്. ശരി, ഏതായാലും ടിപ്പർ ലോറികൾ കൊല്ലം കടയ്ക്കലിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ച് സർവീസ് നടത്തിയതിൻ്റെ പേരിൽ 14 എണ്ണം പിടിച്ചെടുത്തിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു മനോജ്.